my name is Prince and welcome back to Active Prince Vlogs. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മാസവും ആദ്യത്തെ 4 ദിവസങ്ങളായിട്ട് ഓരോ പ്രൈസ് റേഞ്ചിലും ബെസ്റ്റ് എമണ്ടൻ സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും. അതിനൊരു തുടക്കമായിട്ട് ഇന്ന് നമ്മൾ 10,000 ബഡ്ജറ്റിന് താഴെയുള്ള ബെസ്റ്റ് എമണ്ടൻ സ്മാർട്ട് ഫോൺസിൻ്റെ ലിസ്റ്റ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കും. ഏതൊക്കെയാണ് ആ സ്മാർട്ട് ഫോൺസ്, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ എന്തൊക്കെ ക്രൈറ്റീരിയകൾ കൊണ്ടാണ് നമ്മൾ ഈ ഫോൺ റാങ്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. മിനിമം 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും, അതൊരു HD+ ഡിസ്പ്ലേ ആയിരിക്കും. മിനിമം ഒരു 3 GB റാമെങ്കിലും ഈ ഫോണിക്ക് ഉണ്ടായിരിക്കും. 4000 mAh മുകളിലായിരിക്കും ഈ ഫോണിൻ്റെ ബാറ്ററി സൈസ്. അതോടൊപ്പം തന്നെ 10 വാട്ട്സിൻ്റെ മിനിമം ചാർജിങ് സ്പീഡെങ്കിലും ഈ ഫോണുകൾക്ക് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് ഫോണുകളെന്ന് നോക്കാം. സോ 6th പൊസിഷനിൽ വരുന്നത് റെഡ്മിയുടെ ഫോണാണ്, റെഡ്മി 8A Dual. ഈ റെഡ്മി 8A Dualൻ്റെ ഒരു ഫുൾ സ്പെക്ക് അനാലിസിസ് നമ്മളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഐ ബട്ടണിൽ ഉണ്ടായിരിക്കും, കാണാത്തവർ പോയി കാണുക. ഞാൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ചുരുക്കി പറയാം. ഇതിനുണ്ടായിരിക്കുക ഒരു 6.22 ഇഞ്ചസിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇതിന് സ്നാപ്ഡ്രാഗൺ 439 ആയിരിക്കും പവർ ചെയ്യുന്നത്. 5000 mAh ഒരു ബാറ്ററിയും അതോടൊപ്പം തന്നെ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഫോണിനുണ്ടായിരിക്കും. ഈ 10,000 താഴെ 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണും നമ്മളുടെ ലിസ്റ്റിലില്ല. ക്യാമറയുടെ ഭാഗത്ത് നോക്കിയാൽ 13+2 മെഗാപിക്സലിൻ്റെ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പും ഒരു 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ഷൂട്ടറുമാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ല എന്നൊരു ഡൗൺ ഗ്രേഡ് ആണ്. പക്ഷേ മറ്റ് സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ 10,000 താഴെ ഒരു നല്ല ഓപ്ഷനായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3GB 64GB വേരിയൻറ്റിന് 9,000 റുപ്പീസാണ് പ്രൈസിങ്. സോ നമ്മൾ 5th പൊസിഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു മോട്ടോറോളയുടെ ഫോണാണ്. മോട്ടോ G8 പവർ ലൈറ്റ് എന്നാണ് ഈ ഫോണിൻ്റെ പേര്. സോ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ചുരുക്കി നോക്കാം. ഒരു 6.5 ഇഞ്ചസിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആയിരിക്കും. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. ഇതിന് 5000 mAh ബാറ്ററിയും 10 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ഇതോടൊപ്പം ലഭിക്കും. ഇതിന് 16 മെഗാപിക്സൽ അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 16 മെഗാപിക്സൽ മെയിൻ സെൻസർ, 2 മെഗാപിക്സൽ അൾട്രാ വൈഡ് സെൻസർ, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും, 8 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫിയും ഫിംഗർ പ്രിന്റ് സെൻസറും ഇതോടൊപ്പം ലഭിക്കുന്നുണ്ട്. പ്രൈസിങ് നോക്കിയാൽ 4GB 64GBക്ക് 9,500 റുപ്പീസാണ്. സോ 4th പൊസിഷനിലായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇൻഫിനിക്സിൻ്റെ ഫോണാണ്, ഇൻഫിനിക്സ് ഹോട്ട് 9 Pro. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇതിലുള്ളത് ഒരു 6.6 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ്. ഇതിൽ പവർ നൽകുക മീഡിയാടെക് ഹീലിയോ P22 എന്ന പ്രോസസ്സറാണ്. ഇതിൽ 5000 mAh ബാറ്ററിയും അതോടൊപ്പം തന്നെ 10 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡും ലഭ്യമാണ്. ഇതിന് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 48 മെഗാപിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 14 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ, 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും 2 മെഗാപിക്സൽ ഒരു ലോ ലൈറ്റ് സെൻസറും ഇതിന് നൽകിയിട്ടുണ്ട്. 8 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ളത് ഒരു മെയിൻ ഹൈലൈറ്റ് ആണ്. ഇതിൻ്റെ 4GB 64GBക്ക് പ്രൈസ് വരുന്നത് 10,500 റുപ്പീസാണ്. പക്ഷേ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലഭിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കയ്യിലോ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് ഇത് ഫോൺ മേടിച്ചാൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസിങ് വരിക 10,000 താഴെ ആയിരിക്കും. 3rd പൊസിഷനിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് റിയൽമിയുടെ ഫോണാണ്, റിയൽമി C3. ഇപ്പോൾ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോവാം. ഇതിലുണ്ടായിരിക്കും ഒരു 6.5 ഇഞ്ചസിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആയിരിക്കും. ഇതിന് പവർ നൽകുക, അതിന് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G70 എന്ന പ്രോസസ്സറായിരിക്കും. 5000 mAh ബാറ്ററിയും 10 വാട്ട്സിൻ്റെ ചാർജറും ഇതോടൊപ്പം ലഭിക്കും. ഇതിന് 12 മെഗാപിക്സൽ + 2 മെഗാപിക്സൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. അതോടൊപ്പം തന്നെ 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡൗൺ ഗ്രേഡ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഫിംഗർ പ്രിന്റ് സ്കാനർ ഇല്ലാത്തതാണ്. 4GB 64GBക്ക് 9,999 പ്രൈസിംഗ് ആണ് വരുന്നത്. 2nd പൊസിഷനിൽ വരുന്നത് റിയൽമി 5i. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പോവാം. റിയൽമി 5i വരുന്നത് ഒരു 6.52 ഇഞ്ചസിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ്.
പിന്നെ ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇതിൻ്റെ പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 665 എന്ന പ്രൊസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ മറ്റൊരു ഫോണും സ്നാപ്ഡ്രാഗണിൻ്റെ പവർഫുള്ളായ പ്രൊസസ്സർ യൂസ് ചെയ്തില്ല. ഇതിന് 5000 mAh ബാറ്ററിയും 10 വാട്ട്സിൻ്റെ ഒരു ചാർജറും ലഭിക്കും. ഇതിന് 12 മെഗാ പിക്സൽ അടങ്ങുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 12 മെഗാ പിക്സൽ മെയിൻ സെൻസർ, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സൽ മാക്രോ, 2 മെഗാ പിക്സൽ ഡെപ്ത്. ഇതിന് 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ നൽകിയിരിക്കുന്നു. ഇതിന് ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ടായിരിക്കും. ഇതിൻ്റെ 4GB 64GB പ്രൈസിങ് വരുന്നത് 10,999 ആണ്. പക്ഷേ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അങ്ങനെ യൂസ് ചെയ്താൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10% ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പോൾ 10,000 ആ റേഞ്ചിലേക്കും ഈ ഫോണിൻ്റെ പ്രൈസിങ് വരിക. ഫസ്റ്റ് പൊസിഷനിലായിട്ട് വരുന്നത് റിയൽമിയുടെ തന്നെ ഫോണാണ്, റിയൽമി നാർസോ 10A. ഇപ്പോൾ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്സ് ഓടിച്ച് നോക്കാം. റിയൽമി നാർസോ 10A വരുന്നത് ഒരു 6.5 ഇഞ്ചസിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ്. പിന്നെ 10,000 താഴെ ദ മോസ്റ്റ് പവർഫുൾ പ്രൊസസ്സറായ മീഡിയാടെക്കിൻ്റെ ഹീറോ G7 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ 5000 mAh ബാറ്ററിയും 10 വാട്ട്സിൻ്റെ ഒരു ചാർജറും ലഭിക്കും. ഇതിൽ ട്രിപ്പിൾ ക്യാമറയാണ്, 12 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ ഡെപ്തും 2 മെഗാ പിക്സൽ മാക്രോയും. ഇതിൽ 5 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസിങ് വരുന്നത് എക്സാക്ട്ലി 10,000, 9,999 ആണ് ഇതിൻ്റെ പ്രൈസിങ്. സോ ഇത്രയുമാണ് എൻ്റെ ലിസ്റ്റിലെ ബെസ്റ്റ് ടോപ്പ് 6 ഫോൺസ് അണ്ടർ 10,000. ഇതെല്ലാം ചൈനീസ് ബ്രാൻഡ്സ് ആണല്ലേ. ഇപ്പം നിങ്ങൾ ചൈനീസ് ബ്രാൻഡ്സിന് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഒരു സ്പെഷ്യൽ മെൻഷനായിട്ട് നമുക്ക് നോൺ ചൈനീസ് ഒരു ബ്രാൻഡ് നോക്കാം. അതാണ് സാംസങ്. സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് 10,000 താഴെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണുണ്ട്. അതാണ് സാംസങ്ങിൻ്റെ M01. നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിച്ച് നോക്കാം. ക്രൈറ്റീരിയയിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും നല്ല ഓപ്ഷൻ ആയിരിക്കും. നോൺ ചൈനീസ് ബ്രാൻഡാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ചോയ്സ്. സാംസങ് M01 അതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഇപ്പോൾ ഇതിനുണ്ടായിരിക്കും ചെറിയ ഡിസ്പ്ലേ ആയിരിക്കും. 5.7 ഇഞ്ചസിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. ഇതിൽ പവർ നൽകുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 439 ആണ്. പിന്നെ അതിന് 4000 mAh ബാറ്ററി ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ 10 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡും ഇതിനുണ്ടായിരിക്കും. ഇതിന് 13 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ടായിരിക്കും. പിന്നെ 5 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറും ഇതിന് നൽകിയിരിക്കുന്നു. ഇതിന് 3GB 32GB വേരിയൻറ്റിന് 10,000 റുപ്പീസാണ്. അതായത് 9,999 റുപ്പീസാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വില. ഈ ഫോൺ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. എന്നാലും നിങ്ങൾ നോൺ ചൈനീസ് ബ്രാൻഡ് ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ 10,000 താഴെയാണ് നിങ്ങൾ ബഡ്ജറ്റ് എങ്കിൽ നല്ലൊരു ഫോണായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ ഫോണുകൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ അത് ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. സോ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് 20,000 പ്രൈസ് സെഗ്മെൻറ്റിലുള്ള ഒരു ബെസ്റ്റ് M&M സ്മാർട്ട് ഫോൺസ് ആണ്. ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്ത് വെക്കുക. സോ ഇതുപോലൊരു ഇൻഫോർമേറ്റീവ് ആണ് അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. സ്റ്റേ സേഫ് ആൻഡ് ഓൾവേസ് ബി ആക്റ്റീവ്.